أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അതിലുള്ള തജ്വീദൊക്കെ ഇനി ഒരാളൊന്ന് പറഞ്ഞോളി. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളി. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് കുറെ. ആരൊക്കെ തലയിലുള്ളത്? പറഞ്ഞോളൂ. ആദ്യം എന്താ? ആ ആ ഉച്ചരിക്കണം. തുടക്കത്തിലാണെങ്കിൽ കൂട്ടിയതാണെങ്കിൽ ഉച്ചാരണം ഉണ്ടാവില്ല. ആദ്യത്തെ അംസ. പിന്നെ ഇഖ്റ എന്നുള്ളതോ? ആ കാരണം
ആ ഖത്തഇൻ്റെ അംസ, ഖത്തമിൻ്റെ അംസ, അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് ഹംസത്തുൽ വസ്ൽ, രണ്ട് ഹംസത്തുൽ ഖത്തഅ്. പിന്നെ ഖലഖൽ ഇൻസാന എന്നുള്ളിടത്ത നൂനും മിൻ എന്നുള്ള നൂനും എന്താ തമ്മിൽ വ്യത്യാസം? ആ ഉന്നത്ത് വേണം, യഹ്ഫ വേണം. പിന്നെ മിൻ എന്നുള്ളതോ ഇൽഹാർ ചെയ്യണം, അവിടെ ഉന്നത്ത് പാടില്ല. അപ്പോൾ ഓതേണ്ടത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവിടെ മിൻ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൽ അക്രം, അവിടെ അതേപോലെ തന്നെ അല്ലദീ അല്ലമ ബിൽ കലം. പിന്നെ അല്ലമൽ ഇൻസാന, അവിടെ നൂനിന് എന്ത് ചെയ്യണം? യഹ്ഫ ചെയ്യണം, മാലം വ്യാലം. അതൊക്കെയാണ് പ്രധാനപ്പെട്ട തജ്വീദ്. ഇനി നമുക്ക് ഒന്നുകൂടി ബാക്കോട്ട് തന്നെ വരാണ്ട്. അഊദും ബിസ്മി ഓതുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അത് കുറേ മുമ്പ് പറഞ്ഞതാണ്. ഇതാണ് നിയമം. അലിഫ്, വാവ്, യാ, അതിൻ്റെ ശേഷം അറബി അക്ഷരമാലയിലെ ഏത് അക്ഷരം വന്നോട്ടെ. ഇപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളിടത്ത് മീമല്ല വന്നത്. ആ മീമിനെന്താ ഹർക്കത്ത് നോക്കിയാണ്? മീന്നാണ്, ഹർക്കത്ത് മീ ആണ് അല്ലേ? പിന്നെ നമ്മളവിടെ വഖഫും ചെയ്യാണ്. ഈ മൂന്നെണ്ണം അലിഫോ വാവോ യാ ഓ ഏതെങ്കിലും ഒരു അക്ഷരം വരിക, അറബി അക്ഷരമാലയിലെ ഒരു അക്ഷരം വരിക, പിന്നെ വഖഫും വരിക. ഇത് മൂന്നുകൂടിയും വന്നാൽ എത്ര നീട്ടണം? 4 മുതൽ 6 വരെ നീട്ടണം. അപ്പം നമ്മൾ അഊദ് എന്ന് ഓതി വയ്ക്കാൻ അഊദു ബില്ലാ അങ്ങനെ തന്നെ ഓതണം. ഇത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം. 4 to 6 റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 6 വേണം. ബിസ്മി എന്ന് ഓതി വയ്ക്കാൻ നിങ്ങൾ അർ റഹ്മാൻ എന്നൊന്ന് മാത്രം ഓതിയാണ്. എങ്ങനെ ഓതുക? അർ റഹ്മാൻ എങ്ങനെ ഓതുക? വെറും അർ റഹ്മാൻ നമ്മൾ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണ്ടേ? ഇത് ശ്രദ്ധിക്കുക. അലിഫോ വാവോ യാ ഓ, ഇവിടെ മാ എന്നുള്ള അലിഫില്ലേ, പിന്നെ നൂനില്ലേ, അർ റഹ്മാൻ എന്നുള്ള നൂനില്ലേ, അവിടെ നമ്മൾ വഖഫും ചെയ്യണില്ലേ. സൂറത്തുർ റഹ്മാനിലെ റഹ്മാൻ എങ്ങനെയെങ്കിലും ഓതുക? അർ റഹ്മാൻ. എന്താ അവിടെ നീട്ടാൻ കാരണം? മാ നീട്ടാൻ കാരണം അവിടെ ഈ 3 അക്ഷരങ്ങളിൽ ഒന്ന് വരുന്നു മാ അല്ലേ, പിന്നെ നൂന് എന്നുള്ള അക്ഷരം വരുന്നു, അവിടെ നമ്മൾ ബ്രേക്കും പിടിക്കണം. 3 കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം? 4 മുതൽ ഇതന്നെ നിയമം, 4 മുതൽ 6 ഖദർ വരെ നീട്ടണം. എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിയോ അവിടെ എന്താ നമ്മൾ നീട്ടാത്തത്? അവിടെ റഹ്മാനി നീട്ടുണ്ടോ? ഇല്ല. കാരണം ഇവിടെ വഖഫില്ല. ബാക്കിയൊക്കെ ഉണ്ട്. ആ വലിഫുണ്ട്, പിന്നെ നൂൻ അക്ഷരം വന്നിട്ടുണ്ട്, വഖഫില്ല. ഇനി വഖഫ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? 4 മുതൽ 6 ഖദർ വരെ നീട്ടാവൂ. അതാണ് നമ്മൾ ബിസ്മി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ ചിലർക്കൊക്കെ തെറ്റുണ്ട്. അപ്പോൾ ഒന്നുകൂടി അഊദും ബിസ്മി ഓതി വയ്ക്കാൻ. അങ്ങനെ തന്നെ ഓതണം. പിന്നെ അർത്ഥം പറഞ്ഞോളി. ഇഖ്റ, നീ വായിക്കുക, നബിയെ താങ്കൾ വായിക്കുക. ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, നാമം മുഖേന, നാമം കൊണ്ട്, നാമത്താൽ ഒക്കെ പറയാം, വായിക്കുക. അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ, സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് അല്ലേ. പിന്നെ ഖലഖൽ ഇൻസാന, ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. ആരാണത്? അള്ളാഹു. അൽ ഇൻസാന, മനുഷ്യനെ, മനുഷ്യവർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചു. മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു. ഇഖ്റ, നീ വായിക്കുക. വറബ്ബുക്കൽ അക്രം,
നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്, ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യന് അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ചവനായ നിന്റെ രക്ഷിതാവ്. നമ്മൾ റിവൈസ് എടുത്ത് വരിക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ഇനി അന്ന് ഖലക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞില്ല? എന്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ? അപ്പോൾ പിന്നെ ഖലക്ക ശരിബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടിച്ചു അല്ലേ? ശരിബ കുടിച്ചു. ആര് കുടിച്ചു, എന്തിനെ കുടിച്ചു എന്ന് ചോദ്യം വരുന്നില്ലേ? ആരാ കുടിച്ച? ഒരാളെ പേര് പറഞ്ഞോളി. നജ്മൽ കുടിച്ചു. എന്തിനെ കുടിച്ചു? അഷായ അല്ലെങ്കിൽ പാല്, ഹലീബ, എന്തോ ആയിക്കോട്ടെ. അപ്പം മുഹമ്മദ് ചായ കുടിച്ചു എന്ന് പറയുമ്പോൾ കുടിച്ച ആളുണ്ട്, എന്തിനെ കുടിച്ചു എന്നുള്ള ഒബ്ജക്റ്റും ഉണ്ട് അല്ലേ? അതേ ഇപ്പോഴേ നമുക്കൊരു ആശയം പൂർത്തിയാവണുള്ളൂ. മുഹമ്മദ് കുടിച്ചു എന്നറിങ്ങനെ എന്ന ആശയം കിട്ടുമോ? ഇല്ല. എന്താ കുടിച്ചതെന്ന് ചോദ്യം വരില്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്തേ കുടിച്ചേ? കള്ള കുടിച്ചത്, പാല കുടിച്ചത്, അതല്ല വെള്ള കുടിച്ചത്, എന്താ കുടിച്ചത് എന്ന് ചോദ്യം വരൂലേ? അപ്പോൾ അല്ല, ചായയാണ് അല്ലേ? ചായ കുടിച്ചു അല്ലെങ്കിൽ ഹലീബ് കുടിച്ചു, വെള്ളം കുടിച്ചു എന്ന് അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരാശയം കിട്ടുള്ളൂ. ഇതേപോലെ ഖലഖ സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? ആരാ സൃഷ്ടിച്ചത്? അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനെ സൃഷ്ടിച്ചു എന്ന് ആദ്യത്തിൽ ആയത്ത് പറഞ്ഞോ? ഇല്ല. എന്തിനൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത്? എല്ലാ സൃഷ്ടിജാലങ്ങളും പ്രപഞ്ചത്തിൽ. എന്താ ഈ പ്രപഞ്ചം എന്നറിയണത്? കൗന് അറിയണ എന്താ? പ്രപഞ്ചം എന്നറിയണ എന്താ? നിങ്ങൾ മനസ്സിലാക്കി. അതിന് അറബി പറയാ കൗന് എന്നാ. എന്താ കൗന്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ്, പിന്നെ എല്ലാ ലോകവും മലയാളം. ശരിക്കായതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? പ്രപഞ്ചം അള്ളാഹു അല്ലാത്തതൊക്കെ പ്രപഞ്ചം. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അള്ളാഹു അല്ലാത്തതൊക്കെ പ്രപഞ്ച. അപ്പം നമ്മളിപ്പോൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളെ തലയിലൂടെ ആകാശം ഭൂമി ഇങ്ങനെ കുറച്ച് ഏരിയയാണ്. അതല്ല, മാ സിവല്ല, അള്ളാഹു അല്ലാത്തത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? പ്രപഞ്ചത്തിൽപ്പെട്ടതാണ്. അതിലൊന്നാണ് മനുഷ്യനും ആകാശവും ഭൂമിയും മറ്റേ ഗാലക്സികളും അതും ഇതുമൊക്കെ. അതിലൊക്കെ ഓരോന്നാണ്. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ പേരിൽ നീ വായിക്കുക. അപ്പം എന്തിനെ സൃഷ്ടിച്ചു എന്നവിടെ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അല്ലാത്ത എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പിന്നെ ഇന്നത് ഓരോന്ന് എടുത്തു പറയണോ? പറയേണ്ട ആവശ്യമില്ല. അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ്, മഫ്ഊല്, കർമ്മം എന്ന് പറയുന്നത് അല്ലാത്ത എന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അതൊക്കെ ഉൾപ്പെടും. അത് നിങ്ങൾ മുകളോട്ട് നോക്കണ ആകാശമാവട്ടെ, താഴെ നോക്കണ ഭൂമിയാവട്ടെ, ആർത്തം പറയുങ്ങൾക്ക് ആകാശം സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, എന്താവട്ടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ പറയാം. അതിനാണ് അള്ളാഹു തആല നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചാലും ആദ്യത്തെ ആയത്തിൽ നിങ്ങൾ ഏത് മേഖലയിലൂടെ പോയാലും അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഖലഖ പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് പറയാതെ പോയത്. ഇനി രണ്ടാമത്തെ ഖലഖൽ ഇൻസാന മിൻ അലക്ക്. ഈ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പ്രപഞ്ചത്തിൽ പെട്ടത് തന്നെയല്ലേ? ആണ്. പിന്നെ എന്തിനാ മനുഷ്യനെ പ്രത്യേകം എടുത്തു പറയണത്? അതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ആ എടുത്തു പറയുമ്പോൾ ഒന്നുകൂടി മനുഷ്യൻ ചിന്തിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ചിന്തയെ പ്രവർത്തിപ്പിക്കാനാണ് എന്ത് പറഞ്ഞത്? ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറഞ്ഞത്. ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു. അങ്ങനെ തന്നെ അർത്ഥം പറയണം. ആരാ അവൻ? അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനെ സൃഷ്ടിച്ചു?
മനുഷ്യനെ എന്നുള്ളൂ? അല്ല, അൽ ഇൻസാൻ. എന്താ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ? മനുഷ്യവർഗത്തെ, അല്ലേ? അപ്പൊ അതിൽ ആരൊക്കെ പെട്ടു? ആണും പെട്ടു, പെണ്ണും പെട്ടു, അല്ലേ? ലോകത്ത് ആദം നബി അലൈഹി സ്വലാം മുതൽ ഈ പ്രപഞ്ചം അവസാനിക്കുന്നത് വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ എത്ര മനുഷ്യന്മാരുണ്ടോ ആ മനുഷ്യരൊക്കെ ഏതിൽ പെട്ടു? അൽ ഇൻസാൻ എന്ന ഗണത്തിൽ പെട്ടു, മനുഷ്യവർഗം എന്നാണ്. അപ്പോൾ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചു, അൽ ഇൻസാൻ മനുഷ്യവർഗത്തെ, മിൻ അലഖ്. മിൻ അലക്ക്. അലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പദത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തത് ഭ്രൂണം എന്നാണ്, അല്ലേ? മനുഷ്യനെ അള്ളാഹു ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചു. വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ, ഇൻസാൻ എന്ന പദപ്രയോഗം 50-ലധികം പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. 50-ലധികം പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളായ ഏറ്റവും ദുർബലനായ ഒരു സൃഷ്ടിയാണ് ഇത് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഹുങ്കടിക്കും, ഞാനാണ് ഇവിടുത്തെ വലിയോൻ, രാജാവ് എന്നൊക്കെ പറയും. പക്ഷേ ഇത്ര ദുർബലനായ ഒരു സൃഷ്ടി വേറെ ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുലിഖൽ ഇൻസാനു ലഈഫ. മനുഷ്യനെ ദുർബലനായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളതെന്നാണ്. അപ്പം ദുർബലനായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മനുഷ്യൻ വളരെ ദുർബലനായ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. മറ്റ് സൃഷ്ടിജാലങ്ങളെ ആപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? മനുഷ്യൻ ഏറ്റവും ദുർബല. നമ്മളെക്കാൾ വലിയ സൃഷ്ടിയല്ലേ ഇത് ആകാശം, അല്ലേ? നമ്മളെക്കാൾ വലിയ സൃഷ്ടിയല്ലേ ഈ ഭൂമി, അല്ലേ? നമ്മളെക്കാൾ വലിയ ജന്തുക്കളും കടൽ ജീവികളും ഒക്കെ ഇല്ലേ? അതൊക്കെ നമ്മളെക്കാൾ വലുതല്ലേ? അപ്പം മറ്റതിനെ തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിയാണ്. അതുകൊണ്ടാണല്ലോ ഓൻ്റെ നിസ്സാരത, ഓൻ എത്ര ചെറുതാണ് എന്ന് കാണിക്കണാണ്. ഒരു മുള്ളു കുത്തിയ ഓൻ ആ എന്ന് പറയും. എന്താണ് വേദനിക്കാൻ കാരണം? എന്ന് പറയും. എന്തേ കാരണം? അപ്പോൾ അതുപോലും അവന് സഹിക്കാൻ കഴിയില്ല. നമ്മളെ സ്കിന്നിൽ ഒരു ചോര കണ്ടാൽ മതി, വേദന ആവണ്ട, ഓൻ പിന്നെ പെടയും, അല്ലേ? എന്തേ കാരണം? മനുഷ്യൻ്റെ ദുർബലതയാണത്. പിന്നെ വിശന്നാലോ? വിശന്നാവോ നിൽക്കുമോ? അട്ടഹസിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇങ്ങനെ നന്നായി വിശന്നാൽ എന്താ ഉണ്ടാവുക? എല്ലാം വിശപ്പ് നമുക്ക് അറിയില്ല, അല്ലേ? നമുക്കൊന്നും വിശപ്പറിയില്ല. നമ്മൾ നോമ്പ് വെച്ചിട്ടുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ വിശപ്പറിയണില്ല. ശരിയായ വിശപ്പിട് വന്നാൽ എന്താ ഉണ്ടാവുക? ഇന്നലെ ഒരു കാട്ടിൽ പോയി ചങ്ങായി വന്നപ്പം പോലീസ് പിടിച്ചപ്പോൾ എന്താ പറഞ്ഞിനെ? ഭക്ഷണം വേണമെന്ന്, അല്ലേ? ഓനങ്ങൾ എന്ത് ചെയ്താലും വേണ്ടിയില്ല, ഓനപ്പം എന്ത് കിട്ടണം? ഭക്ഷണം കിട്ടണം, അല്ലേ? വിശന്ന മനുഷ്യന് ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ഓൻ കച്ചറ ഉണ്ടാക്കും. അതാണ് മനുഷ്യൻ്റെ അവസ്ഥയാണ്. എന്തിനെ കാണിക്കുകയാണ്? ഓൻ്റെ ദൗർബല്യമാണ്, അല്ലേ? നിങ്ങൾ എന്നെ പിന്നെ കല അറക്കേ എന്തായാലും വേണ്ടിയില്ല, എനിക്കിപ്പോൾ ഭക്ഷണം കിട്ടണം, എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാവൂ എന്നാണ് അയാളുടെ മറുപടി. കാരണം വിശന്നാൽ പിന്നെ രക്ഷയില്ല. അപ്പം അത്ര ദുർബലനാണ് മനുഷ്യൻ. ഇനി അവൻ്റെ സൃഷ്ടിപ്പ് നോക്കൂ നിങ്ങൾ. അള്ളാഹു മനുഷ്യൻ ദുർബലനാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു നുത്തുഫത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളി. എന്താ ഈ നുത്തുഫത്ത് അറിയണത്? നുത്തുഫത്ത്, അലക്കത്ത്, മുളുഖത്ത്, ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമല്ലേ, അല്ലേ? ആദ്യത്തെ ഘട്ടം എന്താണ്? നുത്തുഫത്ത്, പിന്നെ അലക്കത്ത്, പിന്നെ മുളുഖത്ത്, അല്ലേ? പിന്നെ അതിനെ രണ്ടായിട്ട് വിഭജിക്കേണ്ട മുഹല്ലക്കത്ത്, വൈറ മുഹല്ലക്കത്ത്. എന്താ ഈ നുത്തുഫത്ത് അറിയണത്? നമ്മൾ ഭാഷാന്തരം ചെയ്യാറുള്ളത് ഇന്ദ്രിയത്തുള്ളി എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിലെ 5-ാമത്തെ വചനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇൻ കുന്തും ഫി റൈബിൻ മിനൽ ബാസ്, പുനർജീവിതത്തെപ്പറ്റി വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഫ ഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നിങ്ങളെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. സുമ്മ മിൻ അലക്ക, പിന്നെ ഭ്രൂണത്തിൽ നിന്നാണ്. സുമ്മ മിൻ മുൽഗത്തിൻ മുഹല്ലക്കത്തിൻ, രൂപം
രൂപം നൽകപ്പെട്ട പിന്നെ ഒരു മാംസകഷ്ണത്തിൽ നിന്നാണ്. വഗൈരി മുഹല്ലക്കത്തിൻ, രൂപം നൽകപ്പെടാത്തതുമായ മാംസകഷ്ണം. എന്തിനാ അള്ളാഹുത്താല ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്? ലിനുബയ്യിനലക്കും, കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുവാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹുത്താല ആ ബീജത്തെ വനുക്കിറുഫിൽ അർഹാം, ആ ഗർഭപാത്രത്തിൽ അള്ളാഹുത്താല അതിനെ താമസിപ്പിച്ചു. മായഷ, അള്ളാഹു ഉദ്ദേശിക്കണം അത്ര കാലം. ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. സുമ്മനുഹുരിജുക്കും തിഫില, പിന്നെ നിങ്ങളെ ഒരു ശിശുവായി അള്ളാഹുത്താല പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മലി തബുലു അശുദ്ധക്കും, അങ്ങനെ നിങ്ങൾ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെ. വമിൻകും മൻ യുത്തവഫ, എന്നിട്ട് ആ കൂട്ടത്തിൽ നേരത്തെ തന്നെ മരിച്ചു പോകുന്നവരുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇല അർദലിലുംബർ, അങ്ങേയറ്റത്തെ പിന്നെ പ്രായത്തിലെത്തുന്ന അവശത ഉണ്ടാക്കുന്ന ആ പ്രായത്തിലെത്തുന്നവരും ഉണ്ട്. പിന്നെ ലി കൈലായ അലമിൻബാദി ഇൽമിൻ ഷെയ്അ, എല്ലാം അറിഞ്ഞിട്ടൊന്നും അറിയാത്തവനെ പോലെ ആയിത്തീരുന്ന ഒരു പ്രായവും വരുന്ന. ഇവിടെ അള്ളാഹുത്താല ആദ്യം പറഞ്ഞത് എന്താ? തുറാബാണ്, അല്ലേ? തുറാബാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. മനുഷ്യനെ വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞിടത്ത് ഒരുപാട് രൂപത്തിൽ പറഞ്ഞാണ്. ഒരു സ്ഥലത്ത് പറയാണ് മനുഷ്യനെ അള്ളാഹു തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചുള്ളത്. മറ്റൊരു സ്ഥലത്ത് പറയാണ് അള്ളാഹു താല മനുഷ്യനെ വെള്ളം കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് തീന് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ട്. മറ്റൊരു സ്ഥലത്ത് തീനും ലാദിബ് കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊരു സ്ഥലത്ത് സ്വൽസാൽ എന്നതുകൊണ്ടാണ് സൃഷ്ടിച്ചത്. മറ്റൊരു സ്ഥലത്ത് ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വേറെ സ്ഥലത്ത് നുതുഫത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വേറെ സ്ഥലത്ത് മാ ഉന്ദാഫിക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വേറെ സ്ഥലത്ത് അലക്കിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഇതൊക്കെ ഖുർആനിൽ ഇങ്ങനെ പറയുന്നത് കാണാം. എന്താ ഈ മാ? തെളിവെന്താ? ഉഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ എന്നല്ലാഹ് പറയുന്നുണ്ട്. വെള്ളത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ എന്ന് പറയുന്നുണ്ട്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. മറ്റിടത്ത് പറയുന്നത് കാണാം വലക്കത് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. മറ്റൊരു സ്ഥലത്തെന്ന് പറയുന്നത് ഇന്നാ ഖലഖനാകും മിൻ തീനിൽ ലാജിബ്, ഒട്ടിപ്പിടിക്കുന്ന ഒരു രൂപത്തിലുള്ള കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മറ്റൊരു സ്ഥലത്ത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. വലക്കത് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്നവിടെ പറയുന്നുണ്ട്. മറ്റേ സ്ഥലത്ത് ബിൽ അർദ്, ഭൂമി മിൻ ഖലഖനാകും, ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീ ആ നുഈദുക്കും, ആ ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും. വമിൻ നുഹ്രിജുക്കും താറത്തുൻ ഉഖ്റ, ആ ഭൂമിയിൽ നിന്ന് തന്നെ വീണ്ടും നാം നിങ്ങളെ പുനർജീവിപ്പിക്കും എന്ന് അല്ലാഹു തആല അവിടെ ഭൂമി നാം സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് നുതുഫത്ത്, എന്താ തെളിവ്? ഇന്നാ ഖലഖനാഹു മിൻ നുതുഫത്തിൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ഏതെന്ന എന്ന് അള്ളാഹു എന്തേ ഒരു കാര്യം മാത്രം പറയാതെ പോയത്? കുറേ കാര്യങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് വെള്ളം, രണ്ട് പിന്നെ തുറാബ്. ഇതിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചെന്ന. മനുഷ്യൻ്റെ ആ ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിലെന്താ ഉണ്ടാവുക? വെള്ളവും മണ്ണും തന്നെയാണെന്ന. ഇപ്പോൾ ഉദാഹരണമായിട്ട് മനുഷ്യനെ തീനിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണല്ലോ. ആ തീൻ എങ്ങനെ ഉണ്ടാവുന്നത്? കളിമണ്ണ് എങ്ങനെ ഉണ്ടാവുന്നത്? വെള്ളവും മണ്ണും പ്രത്യേക രൂപത്തിൽ കൂട്ടി കലർത്തി യോജിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കളിമണ്ണ് എന്ന് പറയുന്ന ആ അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ തീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ അവസ്ഥ എന്താ? വെള്ളവും തുറാബും തന്നെയാണ്. ഇനി മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളവും മണ്ണും ഉപയോഗിച്ച് ആ പിന്നെ രൂപത്തിൽ അത് ഉണക്കിയെടുക്കുന്ന മറ്റു രൂപാന്തരമാണ് ഇത് മുട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന മണ്ണ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സംശയം വരും, നുതുഫത്തിൽ നിന്ന് എങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത്? അതിൻ്റെയും അടിസ്ഥാനം എന്താ? വെള്ളവും മണ്ണാണ്.
വെള്ളവും മണ്ണാണ് അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചു നുത്തുഫത്തിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ആ ഇന്ദ്രിയത്തിൻ്റെ അടിസ്ഥാനം എന്താ? ആദ്യം ഇവിടെ ഭൂമിയിൽ മണ്ണ് വേണം. ആ ഭൂമി വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് പിന്നെ സസ്യജാലങ്ങൾ മുളക്കണം. ആ സസ്യജാലങ്ങൾ മനുഷ്യൻ ഭക്ഷിക്കണം. അങ്ങനെ ഭക്ഷിക്കുമ്പോൾ അവൻ്റെ ഭക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഏതുണ്ടാവുന്നത്? അവൻ്റെ ശരീരത്തിൽ ഇന്ദ്രിയത്തുള്ളി ഉണ്ടാവുന്നത്. ഓൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ അതുണ്ടാവുമോ? ഇല്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനം പോണ എടുക്കാം, അതിൻ്റെ വേരെവിടെ? മണ്ണ് തന്നെയാണ്. അപ്പം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ആ ഇന്ദ്രിയത്തിൻ്റെ ഘടകം എവിടെ കിടക്കുന്നത്? ഈ വെള്ളവും പിന്നെ മണ്ണും തന്നെയാണ്. അതിൽ നിന്ന് കായ്ക്കുന്ന കായ്ക്കനികളും ഭക്ഷണങ്ങളും സസ്യലതാദികളൊക്കെ ഭക്ഷിക്കുന്നത് മൂലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ടാക്കി വെക്കുന്നത്? നുത്ഫത്ത് എന്ന അവസ്ഥ, ആ ഇന്ദ്രിയത്തുള്ളി എന്ന് പറയുന്നത് ഉണ്ടാക്കി. ഇനി അലക്കത്തോ? ഈ മണ്ണിൽ നിന്നും പിന്നെ ഭൂമിയിൽ ഇതിൽ നിന്നൊക്കെ ഉണ്ടായ ഇന്ദ്രിയത്തുള്ളി അതിന് രൂപാന്തരം വരുന്ന മറ്റൊരവസ്ഥയാണ് ഇത് അലക്കത്ത് എന്ന് പറയുന്നത്. അലക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒട്ടിപ്പിടിക്കണമെന്നാ. മനിയും തന്നെയാണ് ഇന്ദ്രിയത്തുള്ളി എന്ന് പറയുന്നത്. മനി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇന്ദ്രിയത്തുള്ളി എന്ന് പറയുന്നത്. മനി എന്നുള്ളത് ഹദീസിൽ പറയുന്നുണ്ട്. മനി എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ ആ ശരിയായ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ അവസാനം തെറിച്ചു വീണ ഒരു അവസ്ഥ ഉണ്ടല്ലോ. നത്തഫ എന്ന് പറഞ്ഞാൽ എന്താ? തുള്ളി തുള്ളിയായി തെറിച്ചു വീഴാന്ന. അതിൻ്റെ മുമ്പ് മനുഷ്യന് വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഒരു പിന്നെ റൂട്ടൊക്കെ ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്രാവകം വരും. അതാണ് ഏത്? മനി എന്ന് ശരിക്കും പറയുന്നത്. പക്ഷേ നുത്ഫത്തോ ആ റൂട്ട് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ഏത് വരിക? ശരിയായ നുത്ഫത്ത് പുറത്തേക്ക് വരിക. അതിനാണ് നുത്ഫത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ? അതിനൊക്കെ പറയൽ ബീജം തന്നെ. മലയാളത്തിൽ ഇതിനൊക്കെ പറയൽ എന്താ? ബീജം, നുത്ഫത്ത് എന്നൊക്കെ തന്നെയാണ് പറയാറുള്ളത്. രണ്ടിനും പറയാറുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും അവസ്ഥ വ്യത്യാസമുണ്ട്. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ആ തുള്ളി തുള്ളിയായി തെറിച്ചു വീണ അവസ്ഥക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ മറ്റിടത്ത് പറയുന്നത് കാണാം, മിമ്മാ ഇൻ ദാഫിക്. ദഫക്ക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ സ്വഭാവമാണ് ആ പറയുന്നത്. അതിൻ്റെ സ്വഭാവം അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ തെറിച്ചു വീഴുന്ന വെള്ളം, ദ്രാവകം എന്നാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലേ? യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്. മനുഷ്യൻ്റെ മുതുകല്ലിൻ്റെയും വാരിയല്ലിൻ്റെയും ഇടയിലൂടെ കടന്നു വരുന്ന തെറിച്ചു വീഴുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്? നുത്ഫത്തിനുണ്ട്. അതുകൊണ്ട് അതിന് മാ ഉൻ ദാഫിക് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നുത്ഫത്ത് അതിൻ്റെ മുമ്പ് എന്തായിരുന്നു? മണ്ണും വെള്ളമായിരുന്നു. മനുഷ്യൻ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്താ? ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കണതല്ലേ? അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ തന്നെയാണ് ഇത് നുത്ഫത്ത് എന്ന് പറയുന്നതും. പിന്നെ അതിന് രൂപാന്തരപ്പെടുന്നതാണ് ഇത് അലക്കത്ത്. അലക്കത്ത് ഒരു നുത്ഫത്ത് കഴിഞ്ഞ് അലക്കത്തെത്തുമ്പോൾ 40 ദിവസം കഴിഞ്ഞിട്ടാണ് എന്താവുക? അലക്കത്ത് എന്നുള്ള അവസ്ഥയാവുക. അലക്ക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഒട്ടിപ്പിടിക്കണമെന്നാ. സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ ചുമരിൽ ഒട്ടിപ്പിടിക്കണ ഒരവസ്ഥക്കാണ് എന്ത് പറയുക? അലക്കത്ത്. അതിനാണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയുന്നത്? ഭ്രൂണം. ഒരു മാംസകഷ്ണമാണത്. ഒരു ചുവന്ന കട്ടയാണ് ഇത് യഥാർത്ഥത്തിൽ അലക്കത്ത് എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി ഇയാൾക്ക് അറിയും. ചിലപ്പോൾ നിങ്ങൾ വിശദീകരിക്കണോ? രക്തപിണ്ഡം എന്നതിന് മലയാളത്തിൽ പറയാറുണ്ട്. ഭ്രൂണം എന്നാണ് ആ പദത്തിൻ്റെ ശരിക്ക് തഫ്സീറിൽ കൊടുത്തിട്ടുള്ള അർത്ഥം. ഉദ്ദേശിക്കുന്നത് സ്ത്രീയുടെ അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു രക്തക്കട്ടയാണ് ഇത്, രക്തപിണ്ഡമാണ് ഇത് അലക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ മുമ്പുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഇതിൻ്റെ മുമ്പെന്താ? എങ്ങനെയാണ് ആ പിന്നെ നുത്ഫത്ത് അലക്കത്തായി മാറണരെങ്ങനെയാണ്? ഒരു സമയം പുരുഷൻ സ്രവിപ്പിക്കുന്ന ആ സ്രവം, ആ ദ്രാവകം, അതിൽ എത്രയോ മില്യൺ കണക്കിൽ എന്തുണ്ട്? ഹൊയിൻ എന്ന് പറയുന്ന ബാൽമാക്രി പോലുള്ള സാധനമില്ലേ? ആ ബീജം. അത് ഓരോന്നും ഇപ്പോൾ ഒരു ഇതിൽ തന്നെ, ഒരു നുത്ഫത്തിൽ തന്നെ ധാരാളക്കണക്കിന് മില്യൺ കണക്കിന് എന്തുണ്ട്? ചെറിയ ചെറിയ ബീജങ്ങളുണ്ട്. ആ ഹൊയിൻ എന്നാണ് അതിന് പറയാറുള്ളത്. ചെറിയ ഒരു തലയുള്ള, പിന്നെ തവളമുട്ടൽ പോലെ വാലുള്ള
ശരിക്കും അത് നോക്കിയാൽ കാണുന്ന അല്ലേ, നമ്മളെ കണ്ണോണ്ടല്ല, അതുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ഒരു സമയത്തിന് എത്രയോ മില്യൺ, ചിലവർ പറയുന്നത് 25,000, ചിലവർ പറയുന്നത് 2.5 മില്യൺ എന്നൊക്കെ പലതും എഴുതി വെച്ച് കാണാം. അള്ളാഹുവാലും എത്രയായാലും കുറേ ഉണ്ട്. അതിൽ സ്ത്രീയുടെ അണ്ടം സ്വീകരിക്കണ എത്ര ഉണ്ടാവുള്ളൂ? ഒന്ന് മാത്രം, അല്ലെങ്കിൽ 2, ഒന്നേ ഉണ്ടാവുള്ളൂ. അതെയോ അല്ലേ? ഒന്നേ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങോട്ട് സ്രവിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരൊറ്റ മത്സര ഓട്ടാണ്, ഭയങ്കര ഓട്ടാണ്. ഓടി ഓടി അണ്ടാശയത്തിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗത്തെത്തുമ്പോൾ അതിൻ്റെ തല പോയി അങ്ങോട്ട് മുട്ടുക. ആ മുട്ടുമ്പോൾ അതിൻ്റെ തലയിലൊരു ഭാഗമുണ്ട്, ഒരു ദ്രാവകമുള്ള ഭാഗമുണ്ട്. അതങ്ങോട്ട് പൊട്ടുമ്പോൾ ആ ദ്രാവകവുമായി ലയിക്കുമ്പോഴാണ് ഇത് സ്ത്രീയുടെ അണ്ടത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്നത് അല്ലേ? അവിടെ എന്തുണ്ടാവും? ഈ മെൻസസ് കഴിഞ്ഞ സ്ത്രീയെ സംബന്ധിച്ചിട്ട് എപ്പോഴൊന്നും ഗർഭം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുമോ? ഇല്ല, അതിനൊരു ടൈമുണ്ട്. എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ടൈമുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ കുമിളകൾ, അതിന് നമ്മൾ പറയാ കോയിമുട്ട പോലുള്ള ചെറിയ ചെറിയ മുട്ടകളുണ്ടാവും. അതുമായിട്ട് യോജിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പിന്നെ എന്തുണ്ടാവുന്നത്? ഈ സങ്കലനം നടക്കുന്നത്. ആ സങ്കലനം നടക്കുന്നത് അത് എത്രയോ ഒരാഴ്ചയിൽ രൂപാന്തരപ്പെടും. അങ്ങനെ 40 ദിവസം കഴിയുമ്പോഴാണ് അതൊരു മാംസക്കട്ടയായി മാറുന്നത്. ആ മാംസക്കട്ടയായി ആ സ്ത്രീയുടെ ഗർഭാശയത്തിൻ്റെ ഒരു കൊയൽ പോലുള്ള സാധനമുണ്ട്, അവിടെ അത് ഒട്ടിപ്പിടിക്കാണ്. അവിടെ ഒട്ടിപ്പിടിക്കാണ് യഥാർത്ഥത്തിൽ. ഈ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥക്കാണ് എന്ത് പറയുന്നത്? അലക്കത്ത് എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്തിനാണ് ഖുർആൻ ഇതൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ധാരാളം പ്രാവശ്യം ഇങ്ങനെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്? എന്തിനാ അപ്പം നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടുള്ളത്? അതിലൊരു യുക്തിയുണ്ട്. എന്തിനാ? മനുഷ്യ ലോകത്തെ ഏറ്റവും അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നത്, ഗർവ് കാണിക്കണ ഒരേ ഒരു ജീവി ആരാ? മനുഷ്യനാ അല്ലേ? ഈ ഗർവ് കാണിക്കുന്ന മനുഷ്യ, നിനക്ക് ഈ സ്വാതന്ത്ര്യവും ഈ സൗകര്യവും ഈ സുഖ സൗകര്യങ്ങളൊക്കെ അള്ളാഹ് നൽകിയിട്ട് ഇനിയും അള്ളാഹുവിനോട് കുതർക്കം കാണിച്ച് കുത്തിരിക്കുകയാണോ? അതാ എൻ്റെ പണി. അള്ളാഹിൻ്റെ അടുത്തേക്കൊന്ന് എത്താൻ, അള്ളാഹുവിനൊന്ന് ആരാധന ചെയ്യാൻ, അല്ലെങ്കിൽ അള്ളാഹ് പറയുന്ന പുനർജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന അള്ളാഹു തആല ഈ ആയത്ത് തന്നെ നോക്കി നിങ്ങൾ, യാ അയ്യുഹന്നാസ്, ലോകത്തുള്ള മുഴുക്ക ജനങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് പുനർജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണെന്നാട്ടോ എന്നാ പറയുന്നത് അല്ലേ? ഇവിടെ പറഞ്ഞത് അലക്കിൽ നിന്നാണ്, ആ ഭ്രൂണത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പറയണേ. പിന്നെ ഓരോ കാര്യം വിശുദ്ധ ഖുർആൻ ഒരു തോട്ടക്കാരൻ, നമ്മൾ സൂറത്ത് കഹ്ഫൊക്കെ ഓതാല്ലേ? സൂറത്ത് കഹ്ഫ് ഓതുണ്ട്. അതിലൊരു തോട്ടക്കാരെ സംഭവം വിവരിക്കുന്നുണ്ട്. അറിയോ നിങ്ങൾക്കത്? ഏതാണത്? وضرب لكم مثلا رجلين جعلنا لأحدهما جنتين من أعناب وحفظناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها എന്ന് പറഞ്ഞിട്ട് എന്താ? കിൽത്തൽ ജന്നത്തൈനി ആതത്തു ഉക്ലഹ വലം തളിലിം മിൻഹു ശൈഅ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ വകാന ലഹു സമറുൻ ഫഖാല ലിസായിബിഹി വഹുവ യഹാദിറുഹു അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറാ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ വമാ അളുന്നു الساعة قائمة വലഇൻ റുദിതു ഇലാ റബ്ബി ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. നിങ്ങൾ ഓതി വെക്കുക. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു തോട്ടക്കാരൻ്റെ സംഭവം അള്ളാഹു വിവരിക്കുകയാണ് അല്ലേ? ഒരാൾക്കൊരു തോട്ടമുണ്ടായിരുന്നു. ആ ജന്നത്തേനും മുന്തിരിയുടെയും എല്ലാ സുഖ സൗകര്യങ്ങളുള്ള ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ ഒരു സുഹൃത്തിനായിട്ട്, അതിൻ്റെ ചുരുക്കാട്ടോ പറയുന്നത്, ഓരോ വാക്കർത്തല്ല, ആ ഒരു സുഹൃത്തിനായിട്ടാണ് കിടക്കാനും. അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, ദാ ഈ കാണൊക്കെ എൻ്റെ തോട്ടാടാ, ഇത് നശിച്ചുവെന്ന് എനിക്ക് എൻ്റെ വരുമാനം നിൽക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കൂ, ഇജെന്താ ആ കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്? കൂട്ടുകാരൻ്റെ ചോദ്യത അല്ല, മണ്ണിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് ഇജ്ജ് കുഫർ കാണിക്കുകയാണോ, നന്ദികേട് കാണിക്കുകയാണോ, അള്ളാഹുവിൽ അവിശ്വസിക്കുകയാണോ എന്നാണ് കൂട്ടുകാരൻ ചോദിക്കുന്നത്. എന്തേ ഇപ്പോൾ ഇവിടെ മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലെന്താ വരിക?
ഇനി വളരെ നിസാരനാ ചങ്ങായേ, ജിപ്പളല്ലേ വേൾഡ് ബാങ്കിൽ എൻ്റെ പണമൊക്കെ കുന്നുകൂടിയത്? നേരത്തെ ഉമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും സാധിച്ചിരുന്നോ? ഇനി കേവലം കളിമണ്ണായിരുന്നില്ലേ? ഇന്ദ്രിയത്തുള്ള ആയിരുന്നില്ലേ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭ്രൂണമായിരുന്നില്ലേ? അതിനൊന്നും അറിയാത്ത അവസ്ഥയിലല്ലേ ഇജിപ്പോൾ ഇവിടെ ഈ തോട്ടക്കാരനായത് എന്ന് ഉണർത്തുകയാണ് ആര്? ഈ കൂട്ടുകാരൻ. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ ആ തോട്ടക്കാരൻ്റെ സംഭവം പറയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്താ? നമുക്ക് പഠിക്കാനുള്ള പാഠം, ഏത് വിഷയം വരുമ്പോഴും പടച്ചോനെ ഞാൻ നിൻ്റെ വിനയാനിതനായ അടിമയാണ് ഇല്ലേ? എത്ര വലിയവനായാലും എത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായാലും ലോകത്തിൻ്റെ രാജാവായിരുന്നാൽ പോലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഞാൻ വളരെ ലളിതമായ ഒരു വിനയാനിതനായ അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പോഴേ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ? ആ റബ്ബ് അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഇതിൽ വരുമ്പോഴേ അള്ളാഹ്ക്ക് നമുക്ക് ഇബാദത്ത് ചെയ്യാനും ആ സ്വർഗം ലഭിക്കാനും അള്ളാഹ് എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് അത് നിർവഹിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ്റെ ഹദീസുമൊക്കെ ധാരാളമായി ഏത് വിഷയം പറയുമ്പോഴും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഒരു സ്ഥലത്തല്ലല്ലോ ഖുർആൻ പറയുന്നത്, ധാരാളം സ്ഥലങ്ങളിൽ വിവരിക്കണത് കാണാം അല്ലേ? ഹദീസിൽ ഇങ്ങനെ കാണാം. ബുസ്ർ ജഹാഷ് എന്ന് പറയുന്ന സഹാബി പറയാണ്, ഖാല ഒരിക്കൽ ബസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കഫി, നബി തൻ്റെ മുൻകൈയിൽ ഇങ്ങനെ തന്നോട് തുപ്പി. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, യഖൂലുല്ലാഹ്, അള്ള പറയുന്നുണ്ട്, എന്ത്? യബ്ന ആദം, ആദമിൻ്റെ പുത്ര, മനുഷ്യ, അന്നാ തുഅ്ജിദുനി വഖദ് ഖലഖ്തുക മിൻ ഫീ മിസ്ലി ഹാദാ. ഇപ്പം ഞാൻ ഈ കയ്യിൽ തുപ്പിയില്ലേ, ആ തുപ്പൽ പോലുള്ള ഒരു വസ്തുവിൽ നിന്നാണ് നിന്നെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യപുത്ര. പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നെ തുപ്പൽ പോലുള്ള ആ കയ്യിൽ തുപ്പിയതുപോലുള്ള ആ ദ്രാവകത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച് നിന്നൊക്കെ ഇങ്ങനെ മനുഷ്യനാക്കി നടക്കാനൊക്കെ പാകത്തിൽ ഭൂമിയിലൂടെ വലിയ ആളായി ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്, എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് കുറേ സമ്പത്തൊക്കെ ശേഖരിച്ച് അങ്ങനെ കുറേ ആളുകൾക്ക് കൊടുക്കും, കുറേ ആളുകൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കൂല, അങ്ങനെ തടഞ്ഞു വെച്ച് അങ്ങനെ ആ മരണം എന്ന ആ തൊണ്ടക്കുയിൽ, മരണം നിന്റെ തൊണ്ടക്കുയിലെത്തിയുമ്പോൾ പറയാ, ആ തസദ്ദഖു, ഞാൻ ഇപ്പം സദഖ കൊടുക്കൂട്ടോ, ഞാൻ സദഖ കൊടുക്കാൻ തയ്യാറാണ്. മരണം തൊണ്ടക്കുയിലെത്തിയ മനുഷ്യൻ എന്ത് ചെയ്യും? ആ സദഖ കൊടുക്കാനും ഇബാദത്ത് ചെയ്യാനും നല്ല മനുഷ്യനാവാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചോദ്യം, അന്ന അവാനു സദഖ, ഈ സമയത്ത് സദഖ എടുത്തിട്ട് എന്ത് കാര്യമാണ്? ടൈം കഴിഞ്ഞില്ലേ? ട്രെയിൻ പോയിട്ട് പിന്നെ വിമാനം പുറപ്പെട്ടിട്ട് ഞാൻ വിമാനത്തിൽ കയറട്ടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ മുമ്പ് കയറണം അല്ലേ? അതാണല്ലോ ഫിർഔനിൻ്റെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ഫിർഔന് എന്താ സ്വഭാവം ഉണ്ടായിന്? അന റബ്ബുക്കുമല്ലായില്ല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും അത്യുന്നതനായ റബ്ബ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ആര്? എന്ന് വിളംബരം ചെയ്ത ആളാണ് ഫിർഔൻ അല്ലേ? ഈ ഭൂമുഖത്ത് ഞാനല്ലാതെ നിങ്ങൾക്കൊരു ദൈവത്തെ ഞാൻ കാണുന്നില്ല, അള്ളാഹുവിനെ കാണുന്നില്ല, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ ആളാണ് ആര്? ഫിർഔൻ അല്ലേ? ആ ഫിർഔൻ മുങ്ങി മരിക്കുമ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ബനൂ ഇസ്രായേൽക്കാർ, ഇസ്രായേൽ സന്തതികളിൽ മൂസാ നബിയുടെ അനുയായികൾ ഏതൊരു അള്ളാഹുവിൽ വിശ്വസിച്ചോ ആ ഇലാഹിലിത ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുങ്ങിത്താകാൻ പോകുമ്പോൾ ആര് പറഞ്ഞു? ഫിർഔന് പറഞ്ഞു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാടുണ്ട്. നമ്മളിത് ദുരിതത്തിലകപ്പെടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ സക്കറാത്തുൽ മൗത്ത് നമ്മുടെ ഹുൽക്കൂമിൽ അങ്ങോട്ട് എത്തുമ്പോൾ അല്ലാ ഞാൻ നിസ്കരിക്കാൻ തയ്യാറാണ് കേട്ടോ, ഞാൻ സുബി ജമാഅത്തിന് ശരിക്ക് പോകാൻ തയ്യാറാണ് പഠിച്ചോനെ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ 2% കൊടുക്കാൻ തയ്യാറാണ് അല്ലേ, ഞാൻ അയൽവാസിയെ പിന്നെ നോക്കാൻ തയ്യാറാണ് അല്ലേ, നീ പറഞ്ഞതനുസരിച്ച് കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ആ സമയത്ത് കൊണ്ട് ബോധം വരുന്ന. പക്ഷേ ബോധം വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, അതിൻ്റെ മുമ്പ് നടക്കണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? മനുഷ്യൻ എത്ര നിസാരമായ അവസ്ഥയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ നിസാരതയിൽ നിന്ന് മനുഷ്യ നിന്നെ സ്റ്റെപ്പായി അള്ളാഹു തആല ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നില്ലേ? അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ, നിസാരമായ ആ അവസ്ഥയിലേക്ക് തന്നെ, അഥവാ മരണം എന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകട്ടോ എന്ന ഒരു ഉള്ളിലർത്ഥം ഏതിലുണ്ട്? ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്നതിലുണ്ട്.
അലം നഖ്ലുഖുക്കും മിൻ മാഹിൻ മഹീൻ എന്ന് പറയും. വളരെ നിസാരമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദുർബലമായി നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നാം അല്ലേ? കണ്ടാൽ നമുക്ക് എന്തോവും അറപ്പ് എന്നൊരു വെള്ളത്തിൽ നിന്നാണ് ശരിക്കും നമ്മളൊക്കെ സൃഷ്ടിച്ചത്. അപ്പം നോക്കി നിങ്ങൾ, അതുകൊണ്ടാണ് മാ ഉൻ മഹീൻ എന്നതിനെ പിന്നെ വിശേഷിപ്പിക്കാനുള്ള. മറ്റൊരിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫല്യന്തൂരിൽ ഇൻസാൻ മിമ്മ ഖുലിഖ്, മനുഷ്യൻ ചിന്തിക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മിമ്മ ഇൻദാഫിക്, തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, മുതുകല്ലിൻ്റെയും ഭാര്യലിൻ്റെയും ഇടയിലൂടെ പുറത്തു വരുന്ന ഒരു പിന്നെ ദ്രാവകത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി അള്ള പറയാം, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് അള്ള എങ്ങനെയെങ്കിലുമൊക്കെ അതാട് പിന്നെ ആക്കി ആട് പിന്നെ ഇതാക്കി വിട്ടതാണോ, സൃഷ്ടിച്ചാൽ വിട്ടാണോ? അല്ല. അള്ള പറയണത് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും സുന്ദരമായ രൂപത്തിലാണ്, ഏറ്റവും ചൊവ്വായ രൂപത്തിലാണ്, കുറ്റമറ്റ രൂപത്തിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ട്. ആലോചിച്ച് നോക്കുങ്ങൾ, മനുഷ്യനെ കുറ്റമറ്റ രൂപത്തിലാണ് സൃഷ്ടിച്ചു വെച്ചുള്ളതെന്ന് ചിന്തിക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഈ കുറ്റമറ്റ എന്ന് പറയുന്നത്? ബാഹ്യമായിട്ട് ഇങ്ങനെ ആലോചിക്കും. നമ്മളിപ്പോൾ പുറമെ ഒരു മനുഷ്യനെ കാണുമ്പോൾ തല മുകളിൽ 2 കണ്ണ്, 2 മൂക്കിന് 2 ദ്വാരം, 2 കൈ, 2 കാല്, അല്ലേ? ഇതൊക്കെ ഓരോന്നിങ്ങളാന്ന് ആലോചിച്ച് നോക്കി. എന്താ ഇപ്പം 2 ചെവി എന്നത്? എന്തിനാ ഇപ്പം 2 കണ്ണെന്നത്? എന്തിനാ 2 കൈ എന്നത്? 2 കാല് എന്നത് എന്തിനാ? അല്ലേ? ശരീരത്തിൻ്റെ ഭാരം പിന്നെ കാലുമേൽ എങ്ങനെ താങ്ങണത്? ഇതൊക്കെ എത്ര ഫിറ്റായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബാഹ്യമായി തന്നെ ഓരോന്നും സൃഷ്ടിച്ച്. കണ്ണ് തലക്ക് മുകളിലാണെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എവിടേക്ക് നിങ്ങൾ നോക്കുക? ഞങ്ങളെ കാണുമോ? ഇങ്ങനെ നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ജീവിയില്ലേ? ഉണ്ട്. കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ കണ്ണ് ഇവിടേക്കാരോ ഇങ്ങനെ അടക്കുക, അങ്ങനെ അടക്കേണ്ടി വരും. അപ്പം ആലോചിച്ചു, എന്നാൽ അള്ളാഹു തആല ഇതേ കണ്ണ് ഈച്ചക്കൂടെ കൊടുത്തത്? ഈച്ചക്കൂടെ റഡാറാ അല്ലേ? നിങ്ങൾ ഈച്ചനെ മെല്ലെ പോയി പിടിച്ചു നോക്കിയാൽ കിട്ടൂല. നിങ്ങൾ ബാക്കിലൂടെ വന്നിട്ട് അറിയില്ല. അതിൻ്റെ കണ്ണെന്താ? റഡാറാ അല്ലേ? നിങ്ങൾ ബാക്കിൽ വരുന്ന കാണും, സൈഡിന് വരുന്ന കാണും, മുന്നിൽ വരുന്ന കാണും. പിന്നെ ഏത് സൈഡിലൂടെ വന്നാലും, താഴെ വന്നാലും മുകളിൽ വന്നാലും ഒക്കെ അതിന് കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഏത് ഭാഗത്തിലൂടെ വന്നാലും എന്ത് തട്ടിപ്പെടുത്താലും അതെന്തിനും ട്രം എന്ന് പറഞ്ഞാൽ അതാണ് പറന്നു പോകും. അതിന് രക്ഷപ്പെടാനാണ് അള്ളാഹു തആല കണ്ടുകൊടുത്ത്. എന്നാ മനുഷ്യൻ എങ്ങനെയാണോ? അല്ല, ബാക്കിലേക്ക് നോക്കാൻ പറ്റില്ല, തിരിഞ്ഞു നോക്കണം അല്ലേ? മുന്നിലേ മനുഷ്യൻ മുന്നോട്ടാണ് നടക്കേണ്ടത്, ബാക്കോട്ടല്ല. ഈച്ചേ മുന്നിക്കും പാറും, ബാക്കും പാറും, എവിടേക്കും പാറും അല്ലേ? അപ്പം അള്ളാഹു തആല അതിൻ്റെ സുരക്ഷിതത്തിനുള്ള കണ്ണതിന് കൊടുത്തു. നമുക്കോ നമ്മളെ സുരക്ഷിതത്വത്തിനുള്ള കണ്ണ് അള്ളാഹു, നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കണ്ണ് അള്ളാഹു നൽകി. ഇനിയിപ്പോൾ ഒരു കൈ ഇങ്ങനെ നീളോ, ഒരു കൈ പിന്നെ നീളം കുറവാണെങ്കിൽ എന്താവും? ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ കാണില്ല നമ്മൾ? ഉണ്ട് ഇല്ലേ? അപ്പം എത്ര ഫിറ്റാണ്, എത്ര സുന്ദരമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി. എനിക്ക് 2 കാലുണ്ട്, പക്ഷെ ഒരു കാലിങ്ങനെ എത്തുന്നില്ല, ഒരു തന്താമരൽ ഇങ്ങനെ ആവട്ടണം. ആ ഒരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമുക്കൊക്കെ അള്ളാഹു തആല 2 കാലൊന്ന് എത്ര ഫിറ്റാണ്. ആ കാലിന് 5 വിരലില്ല എന്ന് കൂട്ടുക. എന്നാലോ തന്താമരൽ മാത്രം ഇല്ലാതെ ആയാലും എന്തുണ്ടാവും? ബാലൻസിൻ്റെ കുറവുണ്ടാവും. ബാലൻസിൻ്റെ നമ്മൾ തന്താമരലായിട്ട് പോയി വിട്ടുക, ബാലൻസിന് ചെറിയ മാറ്റം വരും. ആലോചിച്ച് നോക്കി നിങ്ങൾ. ചെവിട് മാത്രമല്ല, തന്താമരലും ബാലൻസാണ് അല്ലേ? അപ്പോൾ ചെവിടിൻ്റെ ഉള്ള ദ്രാവകം അതും നമ്മളെ ബാലൻസാണ്. ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ചാൽ ബാഹ്യമായി നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അതൊക്കെ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി. ഈ നിസ്സാരമായ ജീവിയാണെങ്കിലും ഏറ്റവും കുറ്റമറ്റ രൂപത്തിലാണ്, സുന്ദരമായ രൂപത്തിലാണ് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്നല്ല നമ്മളെ കേൾപ്പിക്കാൻ. അപ്പം അതിനെന്ത് വേണം? ആ സൃഷ്ടിപ്പ് സുന്ദരമാക്കിയതിന് എന്ത് വേണം? അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്നതിലർത്ഥമുണ്ട്. ഇനി ആന്തരികമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ അവസ്ഥ. ആന്തരികമായി എന്തൊക്കെ? ഇത്ര ലോകത്ത് ഇത്ര ഫിറ്റായി കുറ്റമറ്റ തട്ടാതെ മുട്ടാതെ നടക്കുന്ന ഒരു ഫാക്ടറി ലോകത്ത് മനുഷ്യനേക്കാൾ വലുതുണ്ടാവില്ല അല്ലേ? മനുഷ്യൻ എന്നതിൻ്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര ഫാക്ടറികളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കി നിങ്ങൾ.
ശ്വസിക്കാൻ ഒരു ഫാക്ടറി, അല്ലേ? അതിനുള്ള ഒരു ഉപകരണം. പിന്നെ ഭക്ഷണം കഴിക്കാൻ, അത് ദഹിപ്പിക്കാൻ, ആ ദഹിപ്പിച്ചത് പിന്നെ അതിൻ്റെ കേടുപാടുകളൊക്കെ പോവാനൊരു ഭാഗം, അല്ലേ? വേസ്റ്റ് അത് കൊണ്ടുപോയിടാനൊരു പാത്രം, അത് ഒഴിവാക്കാൻ മറ്റൊരു ഭാഗം, അല്ലേ? ഇങ്ങനെ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ താങ്ങിയിട്ടാണല്ലോ, ഈ ഫാക്ടറികളൊക്കെ താങ്ങിയിട്ടാണല്ലോ ഞാനിങ്ങനെ നടക്കണേ. എത്ര സുന്ദരമാണ്, അല്ലേ? ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? പക്ഷേ എൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? ദുർഗന്ധം വമിക്കുന്ന ഒരുപാട് ഫാക്ടറികളുമായിട്ടാണ് ഞാനിങ്ങനെ നടക്കണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതും താങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കണേ, പക്ഷെ നിങ്ങൾക്ക് പ്രയാസമില്ല, മറ്റൊരാൾക്ക് പ്രയാസം. അപ്പം എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ ഭാഗത്ത് മജാരി ഒരു ചെറിയ ഓൾസ് വന്നാൽ ഈ ബിൽഡിങ്ങിലുള്ള ആൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയോ? ആലോചിക്കെങ്കിലും കഴിയൂല. ദുർഗന്ധം കൊണ്ട് റസാക്ക് സാൽമേക്കട് പോവും, ഇവിടെ കൂല. കാരണം അതൊക്കെ റെഡിയാക്കട്ടെ, ഓണർ റെഡിയാക്കിയിട്ട് തിരിച്ചു വരാമെന്നറിയും, അല്ലേ? എങ്കിൽ അതിനേക്കാൾ ദുർഗന്ധമാണ് ഞാനും നിങ്ങളും താങ്ങി നടക്കുന്നത്. അപ്പം അതൊന്നും പുറത്തു വരാതെ എത്ര ഫിറ്റായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യൻ എന്താണ്? വലിയ കുതർക്കിയാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയുന്നത് എന്താ? ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. എന്നിട്ട് ഓൻ എന്നോട് തർക്കിക്കാൻ വേണ്ടി വരിക. ഈ നിസ്സാരമായ ജീവി, വളരെ കണ്ടാലറപ്പുള്ള ഒരു ദ്രാവകത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ പടുത്തുയർത്ത ഒരു ജീവിയായ മനുഷ്യൻ ആ സൃഷ്ടിച്ച അള്ളാഹുവിനോട് കുതർക്കം നടത്താൻ വരിക. എന്ത്? ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഓൻ എന്നോട് ഇങ്ങനെ തർക്കിക്കാണ്, അല്ലേ? അള്ളല്ല, ദൈവമല്ല, അള്ളൊരു വേദഗ്രന്ഥം ഇറക്കിയിട്ടില്ല, ഇങ്ങനെ ഒരു പരലോകല്ല, നരകല്ല, സ്വർഗല്ല, അതൊക്കെ മിഥ്യാധാരണകളാണ് എന്നൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ പറയാ. ഇത് പറയാനായത് എപ്പോഴാ? അതോൻ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാ? ഈ ഒരു കാര്യം ഹദീസിൽ കാണാം. ഒരിക്കൽ പിന്നെ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യൻ ജാഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. വഫി യദഇ അലമുൻ റമീമുൻ, ദ്രവിച്ച ഒരു എല്ലും കഷ്ണം അയാളുടെ കയ്യിലുണ്ട്. നബിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിച്ചു, അത്തസഅമു അന്നല്ലാഹ യബ്അസുവാദ, ഈ ദ്രവിച്ച എല്ലിനെ മുഹമ്മദെ, ഈ ദ്രവിച്ച എല്ലിനെ അല്ലാഹു തആല വീണ്ടും പുനർജീവിപ്പിക്കുമെന്നാണോ ഇജ്ജ് വിചാരിച്ച്? അത് മാത്രമല്ല, അയാൾ ആ കൊണ്ടുവന്ന എല്ലിങ്ങനെ പിന്നെ പിച്ച് കഷ്ണാക്കിയിട്ട് പൊടിയാക്കിയിട്ട് പിന്നെ വായുവിൽ, അന്തരീക്ഷത്തിൽ അങ്ങോട്ട് ഊതി പറപ്പിച്ച് കാണിച്ചെടുത്തു. എന്നിട്ടാ ചോദിക്കണത്, ഈ എല്ല്, ഈ ദ്രവിച്ച എല്ലിനെ വീണ്ടും അള്ളാഹു തആല പുനർജീവിപ്പിക്കുമെന്നാണോ എന്ന് മുഹമ്മദ് ജി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം, അതെ. എന്നിട്ട് നബി പറയാൻ, യുമീതുക്കല്ലാഹ്, അള്ളാഹ് നിന്നെ മരിപ്പിക്കും. സുമ്മ യബ്അസുക, പിന്നെ അള്ളാഹു തആല നിന്നെ പുനർജീവിപ്പിക്കും. സുമ്മ യഹ്ശുറുക ഇലന്നാർ, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടും എന്ന് ആ വന്ന മനുഷ്യനോട്. ആ മനുഷ്യൻ പരലോകമല്ല, പുനർജീവിതമല്ല എന്ന് കാണിക്കാനുള്ള തെളിവുമായിട്ടാണ് ദ്രവിച്ച എല്ല് കൊണ്ടുവന്നിട്ട് അതിനെ പൊടിച്ചിട്ട് കാറ്റിൽ പറത്തിക്കളഞ്ഞത്. ആലോചിച്ച് നോക്കുങ്ങളെ. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി, അള്ളാഹു അപ്പോഴാണ് ഏതായത്ത് ഇറങ്ങിയത്? അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ. അവിടെ അള്ളാഹ് പറയുന്നത് ഈ കാര്യമാണ്. മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ, നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്ന മിൻ നുത്ഫത്തിൻ, ഒരു ബീജഗണത്തിൽ നിന്നാണ്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ടതാ അവൻ വ്യക്തമായ കുതർക്കിയാകുന്നു എൻ്റെ മുമ്പിൽ. വളറബലന, മാത്രല്ല വളറബലന മസലൻ, അവൻ എനിക്ക് ഉപമ പറയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ആ മനുഷ്യൻ മറന്നു കളഞ്ഞിരിക്കുകയാണ്. ഖാല, എന്നിട്ട് മറന്നിട്ട് അവൻ ചോദിക്കാണ്, മൻ യുഹ്യിൽ ഇളാം, ആരാണ് വഹിയ റമീം, നുരുമ്പിപ്പോയ എല്ലുകളെയൊക്കെ ആരാണ് ജീവൻ നൽകുക എന്നോ എന്നോട് തർക്കിച്ചുകൊണ്ട് ചോദിക്കാണ്. കുൽ, നബിയെ ഇത്തരം ആളുകളോട് പറയുക, യുഹ്യില്ലദീ അൻശഅ അവ്വല മറ, ആദ്യ തവണ ഇവയൊക്കെ ആരാണോ സൃഷ്ടിച്ചത് ആ അള്ളാഹു തന്നെ, ആ സൃഷ്ടാവ് തന്നെ ഇവർക്ക് ജീവൻ നൽകും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാത്തിനും കഴിവുള്ളവനാണ് ആര്?
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിപ്പിനും കഴിവുള്ളവൻ. നോക്കി നിങ്ങൾ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കലാണോ പണി? അതല്ല, കേട് വന്ന ഒരു സാധനത്തെ വീണ്ടും അത് കൂട്ടി ഇതാക്കലോ ആണോ ഏറ്റവും വലിയ പണി? ഏതാ പണി നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുക, ഒരു ഉപകരണം ഉണ്ടാക്കി നിങ്ങൾ, അല്ലേ? അത് ഉണ്ടാക്കലാണോ പണി? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്സോ എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയാൽ അത് വേച്ചുവിട്ടലാണോ ഏറ്റവും വലിയ പണി? പുതിയതായിട്ട് ഉണ്ടാക്കാനാണ് പണി, അല്ലേ? അപ്പം മനുഷ്യനെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു, അല്ലേ? ആ സൃഷ്ടിച്ച അള്ളാഹുവിന് വീണ്ടും നിങ്ങളെ പുനർജീവിപ്പിക്കാൻ, വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ വലിയ പണിയുണ്ടോ? ഇല്ല. ഇന്നത്തെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടലിൽ കൊണ്ടുപോയി ആ ഫോൺ അങ്ങോട്ട് എറിഞ്ഞാലും നിങ്ങളെ ഇതൊക്കെ എവിടുന്ന് കിട്ടും? കിട്ടാനുള്ള ഇന്ന് മാർഗങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. അതാണ്, എന്തൊക്കെയാണോ എൻ്റെ ഡാറ്റകളിൽ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള മാർഗം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. റഹ്മാനായ റബ്ബ് ഇന്നങ്ങൾ കരിച്ച് കളഞ്ഞ് പുഴയിലൊരുക്കി കളഞ്ഞാലും കടലിൽ മുക്കിക്കളഞ്ഞാലും റബ്ബ് തമ്പുരാൻ എന്നെ പൊടിയായിട്ട് നിങ്ങൾ ഒരു മലമുകളിൽ കൊണ്ടുപോയി കാറ്റിൽ ധൂളികളായി പറത്തിക്കടന്നാലും റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പുനർജീവിപ്പിക്കാൻ ഒരു പണിയുണ്ടോ? ഒരു പണിയുമില്ല. അതാണ് എന്ത് ഖലഖൽ ഇൻസാന മിൻ അലക് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാനും, ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കാനും, ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനും, അവൻ വളരെ ദുർബലനായ ജീവിയാണെന്ന് മനസ്സിലാക്കാനും, അവസാനം അവൻ തിരിച്ചു ചെല്ലുന്നത് അള്ളാഹുവിലേക്കാണ്, യഥാർത്ഥ ജീവിതം ഇതല്ല, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ചെറിയ കൊച്ചുവാക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലേ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.